ഗൈസ് നമ്മളെ ഫ്രാങ്ക്ലിൻ ഇങ്ങനെ തെണ്ടി തെണ്ടി നടക്കാണ് ഗൈസ്. നമ്മളെ ഫ്രാങ്ക്ലിൻ ഒരു പാവപ്പെട്ടവനാണ് ഗൈസ്. നമ്മളെ കഴിഞ്ഞ പാർട്ടിൽ നമ്മളെ ഫ്രാങ്ക്ലിൻ ഇപ്പോൾ ഒരു പാവപ്പെട്ടവനായിട്ട് ഇങ്ങനെ സൈക്കിൾ ഓടിച്ച് നടക്കാണ്. കഴിഞ്ഞ പാട്ട് കാണാത്തവരെന്തായാലും തന്നെ വേഗം പോയി കഴിഞ്ഞ പാർട്ട് കാണാൻ നോക്കാം. ഓക്കെ ഓക്കെ ഗൈസ് എല്ലാവർക്കും യൂട്യൂബിലേക്ക് സ്വാഗതം. ഇന്നൊരു സാഡ് ദിവസമാണ്, പക്ഷേ ഞാൻ സാഡ് ആവുകയില്ല. എനിക്കൊരു ബുദ്ധി തോന്നുന്നുണ്ട്. ഞാൻ നല്ലോണം സൈക്കിൾ ഓടിക്കും, ഡ്രിഫ്റ്റ് എല്ലാം ചെയ്യും. എന്നാൽ എനിക്ക് പറ്റിയ ജോലി ഇത് തന്നെ. എനിക്ക് പറ്റിയ ജോലി ഇതാണ് ഗൈസ്. എനിക്ക് പറ്റിയ ജോലി എന്ന് വെച്ചാൽ ഇതന്നെയാണ്. ഈ റാമ്പ് ഇങ്ങനെ പൂർത്തിയാക്കി ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോൾ എന്താക്കും, അവർ നമുക്ക് ലക്ഷക്കണക്കിന് പൈസ കിട്ടും. ഞാൻ ഇന്ന് ഷോർട്സ് ഒക്കെ തന്നെയാണ്. എന്തെങ്കിലും ആട്ടെ, നമുക്ക് കുറച്ച് ആൾക്കാരെ വിളിക്കാം. എന്തായാലും എന്തേലും വിളിക്കാം. വന്നോളൂ നമ്മുടെ ആത്തിഫിന്റെ റാമ്പിലേക്ക് വന്നോളൂ. എല്ലാവരും തന്നെ ഒരു മിനിമം 1000 രൂപയും കൊണ്ട് വന്നോളൂ. നല്ല രസമായിരിക്കും. നിങ്ങളൊന്ന് കണ്ടോളൂ. ഒന്ന് പൈസ ഇടണം ഗൈസ്. എല്ലാവരും കണ്ടോളൂ. ഞാനിതാ ഈ റാമ്പ് കയറ്റാൻ പോവാണ്. എല്ലാവരും കണ്ടു നിന്നോളൂ. അപ്പൊ ഗൈസ് നമുക്ക് കുറച്ചേരം ഇവിടെ വെയിറ്റ് ചെയ്യാം. ആൾക്കാർ വരുമായിരിക്കും. മെസ്സേജ് ഒക്കെ അയക്കാം ഗൈസ്. എല്ലാ ഇവിടെ ഇപ്പൊ ഒരു 10 അപ്പൊ ഗൈസ് ഇതാ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. എത്ര ആൾക്കാരുണ്ട് ചേട്ടാ? നമ്മള് കുറെ ആൾക്കാരുണ്ട്. നമ്മളൊരു ഗ്യാങ്ങാ. നിങ്ങളെ എനിക്ക് അറിയൊന്നുമില്ല, വെറുതെ ഒന്ന് കാണാൻ വന്നേ ഉള്ളൂ. റോട്ടിൽ കൂടെ നടന്നപ്പോ നിങ്ങൾ അനൗൺസ്മെന്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ഞാന് ഈ റാമ്പിന് ജയിച്ചാല് 1000 രൂപയെങ്കിലും തരുമോ? ഇതൊക്കെ എന്തൊരു ചോദ്യമാണ്. 2 ചാൻസ് തരും. അതിൽ ജയിച്ചാല് എല്ലാ ആൾക്കാരും 1000 രൂപ വരും. താങ്ക് യു. നിങ്ങളെ ഗ്യാങ്ങിൻ്റെ പേരെന്നാ? എൻ്റെ ഗ്യാങ്ങിൻ്റെ പേരാണ് ഞാൻ ഈ പച്ചയാണ്. ഞാനാണ് മെയിന്. എൻ്റെ മഞ്ഞ കളറാണ്. ഇതിലത്തെ മെയിന് 2 ആൾക്കാരാണ്. അതിലാണ് ഈ 2 മഞ്ഞയാണ്. നമ്മൾ 2 ആളാണ്. നമ്മൾ 2 ആളും മാത്രമാണ്. പിന്നെ മഞ്ഞ് ഇട്ടാൽ ഏറ്റവും പവർഫുള്ളായ ഗ്യാങ്ങിൻ്റെ ഏറ്റവും ലീഡർ. മഞ്ഞും റോസും ഇട്ടാൽ പവർഫുള്ളൊക്കെയാണ്, പക്ഷേ ചെറിയൊരു ലീഡറാണ്. എന്നാ വേഗം റാമ്പ് പൂർത്തിയാക്കിയോളൂ. എടാ മോനെ, റെഡിയല്ലേ? ആ സാർ, നമ്മൾ റെഡിയാണ്. എന്നാ മോനെ പറപ്പിച്ചോളൂ. അപ്പോൾ ഗൈസ് നമുക്ക് വലിയൊരു ലോട്ടറിയാണ് കിട്ടിയ. 15 ആൾക്കാരുണ്ട്. നമുക്ക് എന്താക്കാം, 15 ആൾക്കാർ 15,000 രൂപ കിട്ടും ഗൈസ്. നമ്മൾ ഗൈസ് എന്തായാലും ആക്കാം ഗൈസ്. നമ്മളിതാ ജയിച്ചു. അപ്പോൾ ഗൈസ് നമ്മളിതാ ഇവിടെ അവസാനം എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടുത്തെ ആൾക്കാരുടെ ഓല കണ്ടിട്ട് പറയാം ഗൈസ്, നമ്മൾ ജയിച്ചിന്. സെറ്റ് നമ്മൾ കറക്റ്റ് അതിൻ്റെ മുകളിൽ തന്നെ ചാടിയിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഡ്രിഫ്റ്റൊക്കെ കണ്ടില്ലേ? ഞാൻ ഫുള്ളൊരു സെറ്റപ്പ് വൈബിന്. അവരെവിടെ പോയി? അവരെവിടെ? 15 ആൾക്കാരുണ്ട് ഗൈസ് അവരെ ഗ്യാങ്ങിൽ. എന്നെ കൂടി ചേർക്കുകയാണ്. എന്തൊരു സുഖമായിരിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് അവരൊന്ന് തപ്പാം ഗൈസ്. പിന്നെ എല്ലാവരും വന്നിട്ടുണ്ട് ഗൈസ്. മെയിൻ തലവനുണ്ട്, ഇവിടെ നിൽക്കുന്നുണ്ട്. 15,000 കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു സാറേ. ഇന്നാ മോനെ പിടിച്ചോളൂ. അപ്പോൾ ഗൈസ് നമുക്ക് അവസാനം 15,000 രൂപ ഉണ്ട് ഗൈസ്. നമുക്കൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട് ചേട്ടാ. പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. നിങ്ങളെ ഗ്യാങ്ങിന് ഞാനും ചേരട്ടെ? എടാ മോനെ, ഗ്യാങ്ങിൽ ചേരണമെങ്കിൽ മസിൽസൊക്കെ ഉണ്ടോ? എടാ മോനെ, നീ ഒന്ന് മിണ്ടാടക്ക്. ഞാനല്ലേ തലവൻ, ഞാൻ നോക്കിയോളൂ. നീ കയറിക്കോടാ, പേടിക്കണ്ട. നീ വീട്ടിൽ പോയിട്ട് ഒരു ജിമ്മൊക്കെ ചെയ്താൽ മതി. അങ്ങനെ ജിമ്മിൻ്റെ സെറ്റപ്പ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സെറ്റാക്കാം. നമുക്കെന്താക്കാം, നീ എന്താക്കെ എൻ്റെ ഒരു വീടുണ്ട്. ഞാനൊരു ലോൺ എടുത്ത് 1 ലക്ഷം കൊണ്ട് എഴുതിയാണ്.
അയാളെ പേരെന്താന്ന് വെച്ചാൽ ഫ്രാങ്ക്ലിന്നാ. ഫ്രാങ്ക്ലിൻ്റെ വീടാണ് ഞാൻ 1,00,000 എടുത്തത്. അവിടെ ഫുള്ള് ജിമ്മിൻ്റെ സെറ്റപ്പ് ഉണ്ട്. സാറേ, ഞാൻ പറയുന്നതിനോണ്ട് ഒന്നും തോന്നരുത്. സാറ് ലോൺ എടുത്ത് വീടില്ലേ, എൻ്റെ പൈസ പിന്നെ തന്നിട്ടാ. അല്ല, എൻ്റെ വീടാണ് സാറേ. ഓ, നിൻ്റെ വീടാല്ലേ? കണ്ടപ്പേ എനിക്ക് തോന്നി. നീ ആണെങ്കിലും വല്ലപ്പോൾ വന്നോ? 1,00,000 അല്ലേ? ആ വീടിൻ്റെ എന്താ എടുത്തോടാ, കുഴപ്പമില്ല. അപ്പോൾ ഗായ്സ്, നമ്മളെ തലവേന അങ്ങനെ മാറിയിട്ടുണ്ട്. സാറുമാരെങ്ങനെ വരും? ഞാനങ്ങനെ ഇങ്ങനെ വന്നോളൂ. നിങ്ങളെങ്ങനെ ഇങ്ങനെ പോയിക്കോളാം മോനെ. ഓക്കെ സാറേ. ഓക്കെ ഗായ്സ്, നമുക്കിതാ ഇപ്പോൾ ഒരു $15,000 കിട്ടി. നമ്മളുടെ വീടും സ്വന്തം കിട്ടി. നമ്മളെ ഫ്രാങ്ക്ലിൻ്റെ പുഞ്ചിരി കണ്ടാ? ഒയ്യോ, പുഞ്ചിരി നോക്ക്. എന്താ പുഞ്ചിരി നോക്ക്. ഫ്രാങ്ക്ലിന് സന്തോഷമായിട്ടുണ്ടല്ല. നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഗൈസ്, അങ്ങനെ അവസാനം നമുക്കിതാ നമ്മളെ പൈസ തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മള് സീനെന്ന് നമ്മൾ വിചാരിച്ച നടക്കാത്ത കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് തന്നെയാണല്ലോ. അത്രേ ഉള്ളൂ. കിട്ടും മടക്കണ പാട്ട്, സന്തോഷം വിരയുന്ന ഞാൻ സ്നേഹം. ഞാനിതാ എർത്ത് പോയി ഗൈസ്. എർത്ത് പോയിട്ട് ഞാനിതെന്താണ് ഈ താഴോട്ടെത്താത്ത? ഇത്ര ആയിട്ട് ഞാൻ ചടിക്കാം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതാണ് ഗൈസ് നമ്മളെ വീട്. അയ്യോ, ഞാൻ ചത്ത്. ഒയ്യോ ഗൈസ്, ഞാൻ അറിയാണ്ട് വീണ്. എന്തെങ്കിലും ആട്ടെ ഗൈസ്, നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം ഗൈസ്. നമ്മളെങ്ങനെയല്ലോ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ആ സൈക്കിളും അപ്പന്മാരെടുത്ത് കൊണ്ടുപോയിട്ട് പിന്നെ ഓലെന്തോ ഒരു സർപ്രൈസ് തരാന്ന് പറഞ്ഞിട്ട് ഗൈസ്, നമ്മളൊരു പുതിയൊരു ഡിഫൻഡർ എന്ന് ഗൈസ്. പൊളി ഡിഫൻഡറാണ്. നമ്മളിപ്പോൾ റിച്ചായി ഗൈസ്. നമുക്കിപ്പോൾ 1,00,000 രൂപ അവർ തന്നിട്ടുണ്ട്. അവരെ സീനെന്നെ. നമുക്കെന്താക്കാം, അവരെ അങ്ങ് വിളിച്ചാൽ നമ്മളെ മെയിൻ ലീഡറിനെ അങ്ങ് വിളിക്കാം ഗൈസ്. നിങ്ങളാണ് മെയിൻ ലീഡർ? ആണോ മോനെ? എന്നെ കണ്ടിട്ട് തോന്നില്ലേ? ഇനി ഷർട്ട് നോക്കിയിട്ടല്ല അറിയല്ലേ. ഞാൻ എന്നെ മെയിൻ ലീഡർ. ഇപ്പോൾ യൂണിഫോം മാറ്റി റോസാക്കി കളി. റോസാക്കിയോ? പൊളി. താങ്ക് യു. നിങ്ങളാണ് എന്നെ രക്ഷിച്ച. അതിനൊക്കെ എന്തിനാ താങ്ക് യു? നീ വന്നേ. ഓക്കേ, നിന്റെ വീടെങ്ങനെയുണ്ട്? പൊളി മോനെ, പൊളി. നിന്റെ ജിമ്മ് സംഭവമൊക്കെ സെറ്റ്. നീ മസിൽസ് ഒക്കെ വരുത്തിയല്ലോ. അതൊക്കെ സാറേ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സാറൊന്ന് മുകളിലോട്ട് കയറുന്നുണ്ടെങ്കിൽ കയറിക്കോളൂ. വന്നു. ആടാ പോലെ ഞാൻ ഏതാ വരുന്നത്? പൊളി വൈബ് വീടാണല്ലോടാ. വൈബ് വീടല്ലാണ്ട് നിൽക്കോ? നമ്മളെ വീടല്ലേ. നമ്മളെ വീടല്ലേ അല്ലേ? സാറ് കയറുന്നില്ലേ? ഞാൻ കയറുന്നുണ്ടോ. ഒരു മിനിറ്റ്. അപ്പോൾ ഗൈസ്, നമ്മളെ സാറിതാ കയറുന്നുണ്ട്. സാറേ കയറിക്കോ. സാറേ പേടിക്കണ്ട. അങ്ങനത്തെ ഒന്ന് കയറി. സാറ് സീനല്ലേ? വാ സാറേ. ഈരെന്താടാ പറ്റീന്? അതൊക്കെ ഒരു സംഭവം ഉണ്ട്. സാറും കയറാൻ നോക്കി. അങ്ങനത്തെ ഒന്ന് കയറി. സാറൊന്ന് കയറാൻ പാടൂ. ഞാൻ ഇത് എവിടം വരെ എത്തി. ഞാൻ എന്തിനാ എന്നെ മുകളിലോട്ട് വിളിച്ച്? സാറേ, ആർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. സാറിനോട് പറഞ്ഞോ? നീ പറടാ. സാറേ, എൻ്റെ അടുത്തൊരു ലിക്വിഡ് ഉണ്ട്. ഞാനൊരു സയൻറ്റിസ്റ്റും കൂടിയാ. ആ ലിക്വിഡ് അത് കുടിച്ച സാറ് വേണമെങ്കിൽ ചെറുതാവാൻ പറ്റും. എന്നിട്ട് വലുതാവുന്ന ലിക്വിഡൊക്കെ ഉണ്ട്. സാറ് അതൊന്ന് കുടിച്ചോക്ക്. സാറിന് ചെറുതാവാൻ പറ്റും. പിന്നെ എന്ത് റോബറി വേണം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ലിക്വിഡ് നന്നെ ഒന്ന് കുടിപ്പിക്ക്. എനിക്ക് ചെറുതാൻ പറ്റി. മോനെ സീന് ലിക്വിഡാണ് എനിക്ക് തന്നെ. അങ്ങനെ ഞാനിതാ ചെറുതായി മോനെ. സീന് പൊളി മോനെ. നീ പൊളിയെന്ന്. ഇന്ന് ഞാനൊരു വൈബ് ചെയ്യും. എനിക്ക് ആ വണ്ടി ഒന്ന് ഓടിക്കാൻ പറ്റുമോ നോക്കാനാ.
പൊടി പൊടി പൊടിയായി വാ. ഞാൻ എങ്ങനെയാണ് ഇരിക്കുന്നത്? നമുക്ക് സ്റ്റെയറൊക്കെ മെല്ലാതുണ്ട്. സൈക്കിൾ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇത് നോക്ക് ഗൈസ്, എനിക്ക് കറക്റ്റ് പോലെയാണ്. ഞാൻ കാലൊക്കെ ഏന്തുന്നാണ്. ഇത് സേനെന്ന് ഗൈസ്. എന്തായാലും മോനെ നല്ല പവറിലൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, സെറ്റ്. സൈക്കിൾ സെറ്റായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട് ഗൈസ്. അയ്യോ ഗൈസ്, നമുക്ക് ഒരു സംഭവം അറിയാം ഗൈസ്. നമുക്ക് കാണിച്ചു തരാം. അതന്നെയാണ് സംഭവം ഗൈസ്. ബ്രേക്ക് പിടിച്ചിട്ട് കണ്ടില്ലേ, നല്ല സ്പീഡ് പോയിട്ട് ഇതാ ഇങ്ങനെ ഓടിക്കാം. ബാക്ക് ടയർ പൊന്തുന്നൊക്കെ സംഭവം അറിയാം. എന്തായാലും ഗൈസ്, നമുക്ക് വീട്ടിൽ പോയിട്ട് നമ്മളെ സൈസ് വലുതാക്കാം ഗൈസ്. അയ്യോ, അങ്ങനെ അത് സെറ്റാക്കി നമ്മളെ ഫാമിലി മൊത്തം ഈ പരീക്ഷണത്തിലൊക്കെ ഓന് വലിയ ആളാലേ. ഇവനൊക്കെ ഗ്യാങ് കൂട്ടി എന്നെ പറയണ്ട. അപ്പൊ ഗൈസ്, നമ്മളങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഫ്രാങ്ക്ലിനോട് പോയിട്ട് ഒരു താങ്ക് യു പറയാം ഗൈസ്. നമുക്കൊന്ന് സൈസ് ഇവിടെ ഉണ്ട് എന്നാ പറഞ്ഞ മരുന്ന് കുടിക്കാം ഗൈസ്. ഗൈസ്, എടാ പോനെ ഫ്രാങ്ക്ലിനെ പൊടി മരുന്ന് ഞാനെല്ലാം ഉണ്ടാക്കി. ഇനിയും കുറേ സാധനങ്ങളുണ്ട്. ഇനിയും കുറേ നീ സീനെന്ന് മോനെ, നീ ഒരു കിടക്കാച്ചി വേണമെന്നേ. ഞാൻ കിടക്കാച്ചല്ലാണ്ട് നിൽക്കോ? ആരങ്ങ് വാ സാറേ, ആണ് കളിക്കുന്നേ. മോനെ ഇനി ഇങ്ങോട്ട് വാന്ന്. സാറെവിടെ പോയി? സാറ് വീട്ടിൽ പോയാ? എൻ്റെ മരുന്നിൻ്റെ ഇതുണ്ട്. ആ മരുന്ന് വലുതാന്ന മരുന്ന് പിടിച്ച് അതും കൂടി ഉണ്ട്. സാറേ എന്നാ നല്ല മരുന്ന്. ഓക്കേടോ. എങ്ങനെയല്ലോ തിരിച്ചു വന്ന്. ഞാൻ ഈ അടിയിലായി പോയടാ. അതൊന്നും സീനില്ല സാറേ. സാറിന് ഞാനൊരു സംഭവം കാണിച്ചാലാം. സാറിന് അടിയിൽ നിന്ന് പോക്കല്ലേ വേണ്ടേ? സാറ് ഇപ്പുറത്തോട്ട് വാ, ഞാൻ ഈ വഴിയിൽ നിന്ന് നോക്കാം. സാറേ, സാറൊന്നും പേടിക്കണ്ട ആവശ്യമേ ഇല്ല. സാറ് പേടിച്ച നമുക്ക് കൂടി മനസ്സിലാവും. ഇപ്പം സെറ്റല്ലേ? ഇപ്പം സെറ്റ്. നീ ഒരു സയൻറ്റിസ്റ്റ് അല്ലേ? ഞാൻ സയൻറ്റിസ്റ്റ് അല്ല. എടുക്കോ വേം പാട് സാറേ, സമയമില്ല. സാറേ, പിന്നെയും സാറ് പോയാ? എൻ്റെ ആ സ്ഥലത്ത് പിന്നെയും പോയാ? പിന്നെയും വന്ന്. ഇനിയും വാ എന്നാൽ. പോരെ ഇങ്ങക്കൊന്നും. എന്താ വരുന്നില്ല സാറേ? സാറ് ഇന്നെങ്ങാനും വരുമോ? ചെറുതാനെ ആസിഡ് ആരോടിയാ കഴിക്കാൻ പറഞ്ഞേ. ഇങ്ങോട്ട് വാ സാറേ. ഇനി ആകിയിട്ടുള്ള ഒരു വഴിയാണ് ഇത്. ഓക്കെ സാറാടെന്നാ. ഓക്കെ, കം നിനക്കാവും സാറേ. സാറിനായിരിപ്പിക്കും നമ്മൾ. ഓടാ മോനെ. എല്ലാവരോടും ലൈക്ക് ചെയ്യാൻ പറ. എല്ലാവരും ലൈക്ക് ചെയ്യുക ഗൈസ്. നമ്മളെ വീഡിയോ ഇതോടെ തന്നെ ഇതാക്കുന്നു ഗൈസ്. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ, സീ യു.